പഴയ നോട്ടുകൾ മാറ്റിവാങ്ങുന്നതിൽ ഇന്ന് നിയന്ത്രണം. മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് ഇന്ന് നോട്ട് മാറ്റിവാങ്ങാൻ അവസരമുണ്ടാവുക. ബാങ്കുകളുടെ അഭ്യർത്ഥന പ്രകാരം ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇനി തിങ്കളാഴ്ച മാത്രമായിരിക്കും നോട്ട് മാറ്റിവാങ്ങാനുള്ള അവസരമുണ്ടായിരിക്കുക. അൻപത് ദിവസത്തിനകം പുതിയ നോട്ടുകൾ എത്തുമെന്ന് സർക്കാർ അവകാശവാദം തെറ്റെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അസാധുവായ പഴയ നോട്ടുകൾക്ക് പകരം പുതിയ നോട്ടുകൾ അച്ചടിക്കാൻ 6 മാസം കൂടിയെടുക്കും. പുതിയ നോട്ടുകൾ പ്രചാരണത്തിൽ എത്തണമെങ്കിൽ ഏപ്രിൽ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. നിലവിലെ നോട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ 50 ദിവസത്തെ സമയമാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അസാധുവായ 500, 1000 രൂപ നോട്ടുകളുടെ തുല്യമൂല്യത്തിൽ പുതിയ നോട്ടുകളുടെ അച്ചടി പൂർത്തിയാവാൻ 6 മാസം കൂടി കുറഞ്ഞതു വേണം. നോട്ടടിക്കുന്ന പ്രസ്സുകളുടെ ഉൽപാദനശേഷി കൂടി വിലയിരുത്തുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാകുക. പശ്ചിമ ബംഗാളിലെ സൽബോനി, കർണാടകയിലെ മൈസൂരു എന്നിവിടങ്ങളിലാണ് 2000 രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത്. പുതിയ 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ് എന്നിവിടങ്ങളിലും. ഈ പ്രസ്സുകളുടെ പരമാവധി ഉൽപാദന പരിധിയിൽ പ്രവർത്തനം നടത്തിയാലും ഒരു വർഷം 4000 കോടി നോട്ടുകളെ അച്ചടിക്കാനാകൂ. 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കപ്പെടുന്നതിന് മുമ്പ് പ്രചാരണത്തിലുണ്ടായിരുന്ന ആകെ നോട്ടുകളുടെ മൂല്യം 17.54 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ 45% 500 രൂപ നോട്ടുകളും 39% 1000 രൂപ നോട്ടുകളുമാണ്. 1000 രൂപയ്ക്ക് പകരം 2000 രൂപ വന്നതിനാൽ അത്രയും മൂല്യമുള്ള പകുതി, അതായത് 34 ലക്ഷം നോട്ടുകൾ അച്ചടിച്ചാൽ മതി. സെപ്റ്റംബർ മുതൽ പുതിയ നോട്ടുകളുടെ അച്ചടി തുടങ്ങിയെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. എങ്കിൽ പോലും ആവശ്യമായവ ഉൽപ്പാദിപ്പിക്കാൻ 6 മാസം കൂടിയെടുക്കും. പിന്നീട് റിസർവ് ബാങ്ക് ശാഖകളിലേക്കും തുടർന്ന് പ്രധാന ബാങ്ക് കേന്ദ്രങ്ങളിലും ATMകളിലേക്കും എത്താൻ സമയം വീണ്ടും എടുക്കും. അതായത് പുതിയ നോട്ടുകൾ പ്രചാരണത്തിലെത്തണമെങ്കിൽ ഏപ്രിൽ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. ഡിസംബർ 31-നകം പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നായിരുന്നു സർക്കാർ അവകാശവാദം. എന്നാൽ കൃത്യമായ ആസൂത്രണമില്ലാതെ നടപ്പാക്കിയ പദ്ധതിയുടെ ദൂഷ്യഫലം 6 മാസം കൂടി ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറം തിരൂരങ്ങാടിയിൽ യുവാവ് വെട്ടേറ്റ് മരിച്ച നിലയിൽ. പ്രഭാത സവാരിക്കിറങ്ങിയവരാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഇപ്പോൾ KT സ്വാലി ചേരുന്നുണ്ട്. സ്വാലി, ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണ്? സോമി, മലപ്പുറം തിരൂരങ്ങാടിക്ക് സമീപത്ത് കൊടിഞ്ഞി സ്വദേശി ഫൈസലാണ് മരിച്ചിട്ടുള്ളത്. ഇയാൾക്ക് 30 വയസ്സാണ്. എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ച ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. രാവിലെ സവാരിക്ക് ഇറങ്ങിയവരാണ് ഇയാൾ വെട്ടേറ്റ് ചോര വാർന്ന് കിടക്കുന്ന നിലയിൽ കണ്ടത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇപ്പോൾ തിരുവങ്ങാടി പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. മോഷണമല്ല കാരണമെന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. ഇയാളുടെ മറ്റു രാഷ്ട്രീയവും മറ്റുമായ ബന്ധങ്ങളും മറ്റും പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ടോമി, സ്വാലി, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ നൽകുന്നുണ്ടോ? സ്വാമി, ഫൈസൽ നേരത്തെ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് മതപരിവർത്തനം നടത്തിയ ആളാണ്. ഹിന്ദു മതത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത ആളാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ പ്രദേശത്ത് ഉണ്ടായിരുന്നു, ചില ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് ഒരു ചെറിയ വിവരമുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു ഉറപ്പിലേക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ വ്യക്തത വരുത്താനുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഏതായാലും മോഷണമല്ല, മറ്റു ഇത്തരത്തിലുള്ള കാരണങ്ങൾ എന്തെങ്കിലും ആണോ എന്ന ഒരു പരിശോധന തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിൽ നടത്തുന്നത്. ടോമി, മലപ്പുറം തിരൂരങ്ങാടിയിൽ യുവാവ് വെട്ടേറ്റ് മരിച്ച നിലയിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിന് പിന്നിലെ എന്താണ് കാരണമെന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിന് താക്കീതുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചരിത്ര സമരത്തിൽ പ്രതിഷേധമിരമ്പി. സഹകരണ മേഖലയെ തകർക്കുന്നതിന് പ്രധാനമന്ത്രിയും BJPയും നടത്തുന്ന യുദ്ധപ്രഖ്യാപനത്തെ ശക്തമായി ചെറുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഹകരണ പ്രതിസന്ധിയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി CPIM ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സീതാറാം യെച്ചൂരിയും വ്യക്തമാക്കി. മോദി തുഗ്ലക്കിന്റെ ആശാനാണെന്നും ജനങ്ങൾ മോദിയുടെ നെഞ്ചിൽ ചാപ്പകുത്തുമെന്നും VS അച്യുതാനന്ദനും പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും സത്യാഗ്രഹ സമരം നടത്തിയത്. സഹകരണ മേഖലയെ തകർക്കുന്ന ഗൂഢലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ പ്രധാനമന്ത്രിയോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം
കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്നതാണ്. ഞങ്ങൾ ആർക്കും എതിരെ യുദ്ധം നടത്താനില്ല. ഇവിടെ യുദ്ധം പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും കൂടിയാണ്. അത് സാധാരണ ജനങ്ങളുടെ നേരെയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ മേഖലയുടെ നേരെയാണ്. രാജ്യത്താകെയുള്ള ജനങ്ങളുടെ നേരെയുള്ള യുദ്ധപ്രഖ്യാപനമുണ്ട്. അതിനോടൊപ്പം കേരളത്തിലെ സഹകരണ മേഖലയെ പ്രത്യേകമായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യുദ്ധപ്രഖ്യാപനമുണ്ട്. കുമ്മനം രാജശേഖരന് യുദ്ധത്തിന്റെ രീതി മാത്രമാണ് അറിയാവുന്നത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞേക്കാം, അങ്ങനെയുള്ള ഒരു നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കും, ഒരു സംശയവും വേണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുഗ്ലക് ഭരണത്തിനെതിരെയുള്ള രാജ്യത്തെ ആദ്യത്തെ സമരമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ വ്യക്തിജീവിതത്തെ നിയന്ത്രിക്കാൻ മോദിയെ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. So as the CPIM, we have said that we are going to organize people's protests all over the country. We are demanding from the government that you did not make proper preparations till the alternative currency is available in the banking system. മോദി തലതിരിഞ്ഞ തീരുമാനം പിൻവലിക്കാൻ തയ്യാറാകണം. ഭ്രാന്തൻ തീരുമാനവുമായി മോദി മുന്നോട്ടു പോയാൽ അനുവദിക്കുകയില്ലെന്ന് സത്യാഗ്രഹം അഭിസംബോധന ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. നേരത്തെ തലതിരിഞ്ഞ പരിഷ്കാരം നടത്തുന്നവരെ തുഗ്ലക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ മോദി തുഗ്ലക്കിന്റെ പോലും ആധാരാകാനാണ് ശ്രമിക്കുന്നത്. ക്യൂവിൽ നിന്ന് നരകിക്കുന്ന സാധാരണ മനുഷ്യർ 2019 ഏപ്രിലിൽ തെരഞ്ഞെടുപ്പിനും ക്യൂ നിൽക്കും. അന്നവർ മോദിയുടെ നെഞ്ചത്തായിരിക്കും ചാപ്പ് കൊത്താൻ പോകുന്നത് എന്നോർക്കണം. എന്നാൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര തീരുമാനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. Cooperative bank sector people are demanding that do not prohibit us from. അതേസമയം ജനങ്ങളെ അണിനിരത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഇവിടെ ആരംഭിച്ചിരിക്കുന്ന സമരം കേരളത്തിലാകെ ആളിപ്പടരാൻ പോവുകയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് LDF കക്ഷി നേതാക്കളും സത്യാഗ്രഹത്തിൽ പ്രതികരിച്ചത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സഹകരണ മേഖലയെ സംരക്ഷിക്കാനായുള്ള മന്ത്രിസഭയുടെ സമരത്തിന് പിന്തുണയുമായി വർഗ ബഹുജന സാംസ്കാരിക സംഘടനകൾ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ഒട്ടേറെ പേർ സമരവേദിയിലെത്തി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം സമരചരിത്രത്തിലെ പുതിയ അധ്യായമായപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കേരളത്തിന്റെ പരിച്ഛേദം സമരവേദിയിലേക്ക് പ്രവഹിച്ചു. വർഗ ബഹുജന സംഘടനകളുടെയും ഇടത് വിദ്യാർത്ഥി യുവജന വനിതാ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേർ പ്രകടനങ്ങളായി റിസർവ് ബാങ്ക് മേഖലാ കേന്ദ്രത്തിന് മുന്നിലേക്ക് ഒഴുകിയെത്തി. അനാരോഗ്യം വകവയ്ക്കാതെ ചരിത്രകാരൻ പ്രൊഫസർ KN പണിക്കർ സമരവേദിയിലെത്തി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അഭിവാദ്യമർപ്പിച്ചു. KSFDC ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ തുടങ്ങി കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സമരത്തിന് പിന്തുണയുമായെത്തി. ഐതിഹാസിക സമരത്തിന് പുസ്തകാഭിവാദ്യവുമായാണ് പുരോഗമന കലാസാഹിത്യ സംഘം എത്തിയത്. BJPയുടെ സഖ്യകക്ഷിയായ ശിവസേനയും സമരത്തിന് പരസ്യ പിന്തുണയുമായെത്തി. കല്യാണപ്പന്തലിൽ നിന്നും നേരെ എത്തിയ നവദമ്പതികൾ സമരവേദിയിലെ വ്യത്യസ്ത കാഴ്ചയായി. CPIM ബ്രാഞ്ച് സെക്രട്ടറിയായ അരുണും ഭാര്യ അനിലയുമാണ് വിവാഹദിനത്തിൽ സമരത്തിന് പിന്തുണയറിയിച്ചെത്തിയത്. ഒരു ജനതയ്ക്കായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോരാടിയപ്പോൾ പൊതുസമൂഹം പൂർണ്ണ പിന്തുണയർപ്പിക്കുന്നതിന്റെ നേർസാക്ഷ്യമായി റിസർവ് ബാങ്കിന് മുന്നിലെ സമരവേദി. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. പഴയ നോട്ടുകൾക്ക് പകരം കമ്മീഷനോടെ 2000 രൂപയുടെ പുതിയ നോട്ടുകൾ കൈമാറുന്ന സംഘം പോലീസ് പിടിയിൽ. കാസർഗോഡ് പോലീസാണ് 5 അംഗ സംഘത്തെ പിടികൂടിയത്.
പഴയ 500, 1000 രൂപ നോട്ടുകൾക്ക് പകരം 30% കമ്മീഷൻ വ്യവസ്ഥയിൽ 2000 രൂപയുടെ പുതിയ നോട്ടുകൾ കൈമാറുന്ന 5-അംഗ സംഘത്തെ കാസർഗോഡ് പോലീസ് പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് നോട്ടുകൾ മാറാനെന്ന വ്യാജേന സമീപിച്ച പോലീസ് ഇവരിൽ നിന്നും 4,80,000 രൂപയുടെ പുതിയ 2000 രൂപ നോട്ടുകളും ഇവർ സഞ്ചരിച്ച കാറും പിടിച്ചെടുത്തു. നീലേശ്വരത്തെ ഹാരിസ്, നിസാർ, നൌഷാദ്, പാലക്കുന്നിലെ ഷഫീഖ്, സിദ്ദിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കാസർഗോഡ് CI അബ്ദുൾ റഹീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മേൽപ്പറമ്പിൽ വെച്ച് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവംബർ 22-ന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ സർക്കാർ തീരുമാനിച്ചു. പ്രത്യേക മന്ത്രിസഭായോഗമാണ് നിയമസഭ ചേരാൻ ഗവർണറോട് ശുപാർശ ചെയ്തത്. നോട്ട് പ്രതിസന്ധിയുടെയും സഹകരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ സന്ദർശിച്ച പ്രതിപക്ഷ സംഘവും നിയമസഭാ സമ്മേളനം ചേരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. 12 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. നോട്ട് അസാധുവാക്കിയതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ജനവിധി എന്താകുമെന്ന ആശങ്കയിലാണ് BJP. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. അനധികൃത വയൽ നികത്തൽ തടയാൻ നിയോഗിക്കപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. തൃശൂർ ജില്ലയിലെ കുറ്റൂരിൽ വയൽ നികത്തിയുള്ള സ്വകാര്യ കമ്പനിയുടെ ഫ്ളാറ്റ് നിർമ്മാണം തടയണമെന്ന ഹർജിയിലാണ് കോടതി നിർദ്ദേശം. വയൽ നികത്തുന്നത് നേരത്തെ കോടതി തടഞ്ഞിരുന്നു. ഉത്തരവ് ലംഘിച്ച് ഫ്ളാറ്റ് നിർമ്മാതാക്കൾ വയൽ നികത്തുന്നത് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചോറൂണ് തുലാഭാരം ചടങ്ങുകൾക്കായുള്ള ഫോട്ടോഗ്രഫി ടെൻഡർ വിളിക്കാത്തത് ദേവസ്വത്തിന് ഭീമമായ നഷ്ടമുണ്ടാക്കിയെന്ന് കണ്ടെത്തൽ. ഇന്റേണൽ ഓഡിറ്റ് പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കുട്ടികളുടെ ആദ്യ ചോറൂണ്, തുലാഭാരം തുടങ്ങിയ ചടങ്ങുകൾക്ക് ഫോട്ടോ എടുക്കാൻ മുമ്പ് തിരഞ്ഞെടുത്ത സ്റ്റുഡിയോകൾക്ക് മാത്രമാണ് അനുമതി നൽകിയിരുന്നത്. 2009 ടെൻഡർ വിളിച്ച് കരാർ നൽകുന്ന രീതിക്ക് തുടക്കമായി. 2014 2 കോടി രൂപയ്ക്ക് വരെ കരാർ പോയിരുന്നു. 2015 ടെൻഡർ നടപടിയിൽ കരാറുകാരനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഹൈക്കോടതിയിലെത്തി. റീടെൻഡർ പരിഗണിക്കാമെന്ന് കോടതി നിർദ്ദേശിച്ചെങ്കിലും അത് നടപ്പായില്ല. ഈ വർഷവും ടെൻഡർ വിളിച്ചില്ല. ഫലത്തിൽ ഇക്കഴിഞ്ഞ 2 വർഷമായി ക്ഷേത്രത്തിലെ തുലാഭാരം, ചോറൂണ് ചടങ്ങുകൾ പകർത്തി ലഭിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തർക്ക് മാർഗമില്ലാതെയായി. കോടികൾക്ക് കരാർ പോയിരുന്ന ഫോട്ടോഗ്രാഫി ടെൻഡർ മുടങ്ങിയതോടെ ദേവസ്വത്തിന് ഭീമമായ നഷ്ടമുണ്ടായെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. 2 വർഷത്തിനിടെ 14 തവണ ടെൻഡർ വിളിക്കുന്ന കാര്യം ഭരണസമിതി യോഗങ്ങളിൽ അജണ്ടയായി വന്നിരുന്നു. എന്നാൽ 2 ഭരണസമിതി അംഗങ്ങൾ തടസ്സം നിന്നതോടെ തീരുമാനം നീട്ടിക്കൊണ്ടുപോയെന്നാണ് ആരോപണം. ഫോട്ടോഗ്രാഫി പുനരാരംഭിക്കുന്ന കാര്യം പരിഗണനയിൽ ഉണ്ടെന്ന് ദേവസ്വം മന്ത്രി അറിയിച്ചെങ്കിലും നിയമതടസ്സങ്ങളുണ്ടെന്ന വാദമാണ് ഭരണസമിതി ഉന്നയിച്ചിരുന്നത്. ഇതിനിടെയാണ് ഭരണസമിതി അംഗങ്ങൾ കുരുക്കിലായേക്കാവുന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കാർഷിക സാങ്കേതിക വിജ്ഞാന പ്രദർശനം തുടങ്ങി. 1 വർഷം നീളുന്ന ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. തിളക്കമാർന്ന നേട്ടങ്ങളുടെ നിറവിലാണ് ഈ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷം. മലബാർ മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് 1916 കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട്, നീലേശ്വരം എന്നിവിടങ്ങളിലായി കാർഷിക ഗവേഷണ കേന്ദ്രം തുടങ്ങിയത്. കേരള സംസ്ഥാനം രൂപം കൊള്ളുകയും കാർഷിക സർവകലാശാല നിലവിൽ വരികയും ചെയ്തപ്പോൾ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമായി പദവി ഉയർത്തി. പ്രധാനമായും തെങ്ങ് ഗവേഷണമാണെങ്കിലും ഇപ്പോൾ തോട്ടവിളകൾ, ഇടവിളകൾ, നെല്ല് എന്നിവയുടെ ഗവേഷണവും ഇവിടെ നടക്കുന്നു. TNDOD, കേരശ്രീ എന്നിവ ഉൾപ്പെടെ 5 സങ്കരയിനം തെങ്ങുകൾ ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഇതിനകം നാടിന് സംഭാവന ചെയ്തിട്ടുണ്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്നതാണ് ശതാബ്ദി ആഘോഷ പരിപാടികൾ. ഇതിനകം തന്നെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ശതാബ്ദി ആഘോഷത്തിന്റെ തുടർച്ചയായുള്ള സാങ്കേതിക, വൈജ്ഞാനിക, കാർഷിക ഉൽപ്പന്ന പ്രദർശനം പിലിക്കോട് ഗവേഷണ കേന്ദ്രത്തിൽ തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി, ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് നായിക് തുടങ്ങിയവർ സംസാരിച്ചു. 28 വരെ പ്രദർശനം തുടരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നോട്ട് പിൻവലിക്കൽ സഹകരണ ബാങ്കിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കി. പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് കർഷകർക്ക് നൽകിയിരുന്ന പലിശരഹിത വായ്പാ വിതരണം നിലച്ചു. നെല്ലളന്ന വകയിൽ കിട്ടാനുള്ള പണം ലഭിക്കാത്തതും ബാങ്ക് ഇടപാടുകൾ സ്തംഭിച്ചതും കാരണം പാലക്കാട് ജില്ലയിൽ ഏറെ ദുരിതത്തിലായത് നെൽകർഷകരാണ്. കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങായ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം നിലച്ചതോടെ കർഷകർ വലിയ പ്രയാസമാണ് അഭിമുഖീകരിക്കുന്നത്.
കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള ഇറക്കുന്ന സമയമാണിത്. മഴ കുറഞ്ഞത് കരുനിഴൽ വീഴ്ത്തിയ നെൽകൃഷിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് സഹകരണ ബാങ്കിന്മേലുള്ള നിയന്ത്രണം. കൃഷിച്ചെലവിനായുള്ള പണത്തിന് ജില്ലയിൽ കൂടുതൽ കർഷകരും ആശ്രയിക്കുന്നത് സഹകരണ ബാങ്കുകളെയാണ്. മൊബൈൽ യൂണിറ്റ് അടക്കം 44 ബ്രാഞ്ചുള്ള പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് കർഷകർക്ക് 1 ലക്ഷം രൂപ പലിശരഹിത കാർഷിക വായ്പ നൽകിയിരുന്നു. പണമിടപാട് മുടങ്ങിയതോടെ പദ്ധതി സ്തംഭിച്ചെന്ന് ജില്ലാ ബാങ്ക് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ പറഞ്ഞു. രണ്ടാം വിള ഇറക്കാൻ വേണ്ടി ചിലവർ വെള്ളം ബോർവെല്ലൊക്കെ അടിച്ച് വെള്ളം കുളത്തിൽ നിന്നെല്ലാം വെള്ളം വിട്ട് നിറക്കാൻ പോവുകയാണെങ്കിലും അവർക്കിപ്പോൾ നമുക്ക് കാർഷിക വായ്പ എന്ന നിലയ്ക്ക് പലിശരഹിത വായ്പ 1 ലക്ഷം ഉറുപ്പിക കൊടുക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. കാരണം നമുക്കിവിടെ നിന്ന് ട്രാൻസാക്ഷൻ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവർക്ക് സഹകരണ ബാങ്കിൽ പോയാൽ നടക്കില്ല. വിവാഹാവശ്യത്തിന് 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാമെന്ന് വ്യവസ്ഥയുണ്ടെങ്കിലും സഹകരണ ബാങ്കിൽ മാത്രം നിക്ഷേപമുള്ളവർ എന്തു ചെയ്യുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സഹകരണ ബാങ്കിൽ നിന്ന് നെല്ലളന്ന വകയിൽ കിട്ടേണ്ട പണം ലഭിക്കാതായതും പലിശരഹിത വായ്പാ വിതരണം സ്തംഭിച്ചതും പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള നെൽകൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശബരിമല തീർത്ഥാടകർക്ക് സന്നിധാനത്തോളം പ്രാധാന്യമുള്ളതായി കണ്ടുവരുന്നതാണ് ഉരക്കുഴി. സന്നിധാനത്തെത്തുന്ന ഭക്തർ ഉരക്കുഴി തീർത്ഥത്തിൽ സ്നാനം കഴിഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. സന്നിധാനത്തോളം പ്രാധാന്യമുണ്ട് ഉരക്കുഴിക്കും. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് പമ്പാ നദി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഉരക്കുഴി തീർത്ഥവും. സന്നിധാനത്ത് നിന്നും 2 കിലോമീറ്റർ മുകളിൽ പാണ്ടിത്താവളത്തിന് സമീപം വനത്തിലാണ് ഈ തീർത്ഥസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പുൽമേട് പാണ്ടിത്താവളം വഴി എത്തുന്ന തീർത്ഥാടകർക്കാണ് ഇവിടേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്നതും. ഒരാൾക്ക് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് വിസ്താരം കുറഞ്ഞ കുഴിയാണ് ഉരക്കുഴി തീർത്ഥം. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഇവിടെ കുളിച്ചു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഈ വിശ്വാസത്തിന്റെ ചുവട് പിടിച്ചാണ് ഇവിടെ സ്നാനം ചെയ്യാൻ വിശ്വാസികൾ ഇന്നും എത്തിച്ചേരുന്നത്. ഉരക്കുഴി തീർത്ഥത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വർഷങ്ങളോളായിട്ട് നമ്മൾ കേട്ട് കളിയാണ്. നമ്മളെ ഇവിടെ അടുത്താണ് ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ വന്ന് കുളിക്കുക. കൊടുങ്കാട്ടിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നീരൊഴുക്കിന് ഔഷധ ഗുണമുണ്ടെന്നും ഇതിൽ കുളിച്ചാൽ മല കയറിയ ക്ഷീണം ഇല്ലാതാകുമെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഒരിക്കലും പറ്റാത്ത ഉരക്കുഴി പമ്പയുടെ കൈവഴിയായ കുമ്പളം തോട്ടിലൂടെ ഒഴുകി പുണ്യനദിയുടെ ഭാഗമാകുന്നുമുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റി നിർത്തിയാലും ഉരുൾക്കുഴി ഒരു അത്ഭുതം തന്നെയാണ്. ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. HIV രോഗനിർണയം ഇനി പെൻഡ്രൈവിലൂടെയും. ഇംപീരിയൽ കോളേജിലെ ശാസ്ത്രജ്ഞന്മാരും ബയോടെക് കമ്പനിയായ ഇലക്ട്രോണിക്സും ചേർന്നാണ് ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത്. HIV നിർണയം ഇനി പെൻഡ്രൈവിലൂടെയും സാധ്യമാകുമെന്ന പുതിയ കണ്ടുപിടുത്തവുമായി ശാസ്ത്രലോകം. ലണ്ടൻ ഇംപീരിയൽ കോളേജിലെ ഗവേഷകരും ബയോടെക് കമ്പനിയായ DNA ഇലക്ട്രോണിക്സും ചേർന്ന് വികസിപ്പിച്ചെടുത്ത USB സ്റ്റിക്കിലാണ് HIV കൃത്യമായ അളവുകൾ കണ്ടെത്താൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ലാബുകളിൽ നിന്ന് HIV റിസൾട്ട് ലഭിക്കാൻ 1 ദിവസമെങ്കിലും വേണമെന്നിരിക്കെ പെൻഡ്രൈവ് ടെസ്റ്റിലൂടെ 30 മിനിറ്റിനുള്ളിൽ നമുക്ക് റിസൾട്ട് ലഭിക്കും. ഒരു തുള്ളി രക്തത്തിലൂടെ രോഗം നിർണ്ണയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. മാത്രമല്ല, പരിശോധനയിലെ റിസൾട്ട് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ വഴി ലഭിക്കുമെന്നും ഇംപീരിയൽ കോളേജിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. ഇതിനു പുറമെ ശാസ്ത്രലോകത്തു നിന്നും മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഓട്ടിസം നിർണ്ണയിക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പണിപ്പുരയിലാണ് ന്യൂയോർക്ക് ബഫല്ലോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ വെന്യാ ഷൂവും വിദ്യാർത്ഥിയായ ക്യൂൻവുവും. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെ ഓട്ടിസം നിർണ്ണയത്തിന് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ നൽകുന്ന റിസൾട്ടിന് 93% കൃത്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകത്തിന് വലിയ നേട്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV.